ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. സാധാരണ സീത സ്വർണമാനെ കണ്ട് ആകർഷിതയാകുന്നു. പറയുന്നു, എനിക്ക് ആ മാനിനെ വേണം എന്ന്. അറിയാമായിരുന്നു ഇത് ഇതിൽപ്പെടും എന്ന്. പക്ഷേ തന്റെ ലക്ഷ്യവും മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഈ സൃഷ്ടി നാടകത്തിൽ ഞാൻ ചെയ്യേണ്ടത് എന്ന വിവേകം ശ്രീരാമനുള്ളത് കൊണ്ട് പിടിക്കാനായി മാനിന്റെ പുറകെ പോകുന്നു. ഇവിടെ നാം അറിയേണ്ടത് എന്താണെന്ന് വെച്ചാല്, ലോകത്തില് മനുഷ്യർക്കറിയാം, ഭഗവാനോട് പലതും ആവശ്യപ്പെടുന്നുണ്ട്, ഇന്നത് സംഭവിക്കും എന്നറിയാം. എന്നിട്ടും ഈശ്വരനോട് എങ്ങനെ മാനിനെ വേണം എന്ന് പറഞ്ഞ് ശ്രീരാമനെ പറഞ്ഞു വിടുന്നു അതിനെ പിടിക്കാനായി. അതേപോലെ ഇന്ന് മനുഷ്യൻ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഭഗവാനോട് ദിവസം തോറും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രാർത്ഥനയിലൂടെ ഭഗവാനും ഭക്തന്മാരുടെ ആവശ്യങ്ങളെയാണ് പൂർത്തിയാക്കുന്നത്, അല്ലാതെ ആഗ്രഹങ്ങളെ അല്ല പൂർത്തിയാക്കുന്നത്. ആഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ അത് മായയാണ്. ആവശ്യങ്ങളെന്ന് പറയുമ്പോൾ എന്റെ ഭക്തന് എന്ത് കൊടുക്കണം എന്ന്. മായയിൽപ്പെട്ടവരാണ് ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഭഗവാന്റെ പുറകെ. ഭഗവാനും അവരുടെ ഭൗതിക ആവശ്യങ്ങൾ യാക്കാൻ കടന്നവരുടെ. മാരീചന്റെ നിലവിളി കേട്ട് സീത തെറ്റിദ്ധരിക്കുകയാണ്. വിവേകം ഒരു വ്യക്തിക്ക് ഒട്ടും തിരിച്ചറിയാൻ കഴിയാതെ വരുന്നു. സീത ഒരു കുലസ്ത്രീ പറയാത്ത വാക്കുകൾ അവിടെ ഉപയോഗിക്കുന്നത്. മായയിൽ കുടുങ്ങിയ ഒരു വ്യക്തിയുടെ മനസ്സ്, വാക്ക്, പ്രവൃത്തി എന്നിവ നീചമാകുകയാണ് ചെയ്യുന്നത്. മായയ്ക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവില്ല പോകുന്നു. ഈ വിളി ഭഗവാന്റെ ആണോ, അതോ തന്റെ മനസ്സിൽ നിന്നും തോന്നുന്നതാണോ, അതോ വേറെ ആരുടെയെങ്കിലും ആണോ എന്ന തിരിച്ചറിവാണ് മായയിൽപ്പെട്ട ഒരു വ്യക്തിക്ക് നഷ്ടപ്പെടുന്നത്. ഹരേ രാമ